ROI, ROS അഥവാ റോആസ് നമ്മൾ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ മാർക്കറ്റിംഗ് നമ്മൾ റൺ ചെയ്യുമ്പോഴും അതുപോലെ നമ്മൾ പ്രോഫിറ്റബിലിറ്റി സ്റ്റഡി ചെയ്യുമ്പോഴൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന രണ്ട് വേർഡാണ് ROIയും റോആസും. എന്താണ് ഇത് രണ്ടും, എങ്ങനെയാണ് ഇത് രണ്ടും യൂസ് ചെയ്യുന്നത്? വെൽക്കം ടു ഡേ 10 ഓഫ് ലേണിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ റീൽസ്. ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു എമൗണ്ട് നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കംപ്ലീറ്റ് റിട്ടേൺസിനാണ് ROI എന്ന് പറയുന്നത്. അതായത് നമ്മളെ ടീമിന് സ്പെൻഡ് ചെയ്യുന്ന സാലറി, നിങ്ങളുടെ റെൻറ്റ്, നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റോ ലോസിനോ ആണ് ROI അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. റോആസ് അഥവാ ROS റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ്. നിങ്ങൾ മാർക്കറ്റിങ്ങിന് വേണ്ടി ഇട്ട കോസ്റ്റിൽ നിന്ന് എന്ത് റിട്ടേൺസ് ആഡ്സ് ത്രൂ കിട്ടുന്നു എന്നുള്ളതാണ് റോആസ് കണക്ക് കൂട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആഡ്സിലൊരു 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തു, നിങ്ങൾക്കൊരു 40,000 റുപ്പീസ് റിട്ടേൺസ് കിട്ടി. അപ്പോൾ നിങ്ങളുടെ റോആസ് എന്ന് പറഞ്ഞാൽ 4x ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതായത് 4 ഇരട്ടി റിട്ടേൺസ് നിങ്ങൾക്ക് എന്ത് കിട്ടി? ആഡ്സിന് കിട്ടി. അപ്പോൾ റോആസ് 4x ആയി. ഇനി നിങ്ങളുടെ ROI അറിയണമെന്നുണ്ടെങ്കിൽ ഈ 40,000 നിന്ന് നിങ്ങൾക്ക് വന്ന സ്റ്റാഫ് സാലറി, നിങ്ങളുടെ റെൻറ്റ്, നിങ്ങളുടെ മറ്റെല്ലാ എക്സ്പെൻസുകളും ഒഴിവാക്കിയതിന് ശേഷം എന്താണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത്? അതാണ് ROI. അപ്പോൾ ROI എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ചിലവുകളും കഴിഞ്ഞിട്ട് കിട്ടുന്ന എമൗണ്ട്, അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആവാം ലോസ് ആവാം, അത് ROI. ROS അഥവാ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിംഗ് അഥവാ ആഡ്സിൽ സ്പെൻഡ് ചെയ്തതിൽ എത്ര കിട്ടുന്നു ബാക്കി എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ ROI എന്താണ്, റോആസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ആരാണ് ഡിജിറ്റൽ മാർക്കറ്റർ, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റർ ചെയ്യേണ്ടത്, ഇതറിയാനായിട്ട് നമ്മുടെ നാളത്തെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടിൽ ദെൻ ഫോളോ us for more.